എല്ലാവർക്കും നമസ്കാരം. ഏവൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 ഫോംസും അതിൽ വരുന്ന വെർബിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രസന്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസന്റിനെയും പ്രസന്റ് കണ്ടിന്യൂസും എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിൽ വരുന്ന ഹിന്റ് വേർഡ്സ് ഏതൊക്കെയാണെന്നും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹിന്റ് വേർഡ്സ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയിലെ കുറച്ച് വേർഡ്സ് ആണ്. ഓക്കെ, ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, നെവർ, ജനറലി, റെയർലി, ഒക്കേഷണലി, സെൽഡം, ഡെയിലി, ആനുവലി, എവറി ഡേ അല്ലെങ്കിൽ എവറി വീക്ക്, എവറി മന്ത് എക്സെട്ര ആൻഡ് സെവറൽ ടൈംസ് എ വീക്ക്. അപ്പം ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും വേർഡ്സ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ വരുവാണെങ്കിൽ അത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആയിരിക്കും. ഇനി പ്രസന്റ് കണ്ടിന്യൂസിന്റെ കേസിൽ നൗ, ടുഡേ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ് അല്ലെ, ഇതിൽ ഏതെങ്കിലും വേർഡ്സ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസിൽ ആയിരിക്കും ആ സെന്റൻസ്. അപ്പം ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഐ ഓഫൺ റൈറ്റ് വിത്ത് എ പെൻ, നൗ ഐ യൂസ് എ പെൻസിൽ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വേർബ് റൈറ്റും യൂസും ആണ്. ഇതിന്റെ കറക്റ്റ് ഫോം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് സെന്റൻസിലുള്ള ഒരു ഹിന്റ് വേർഡ് ഏതാണ്? ഓഫൺ അല്ലെ. ആദ്യം പറഞ്ഞു ഓഫൺ വരുന്നത് എപ്പോഴും എവിടെയാണ്? സിമ്പിൾ പ്രസന്റിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ സബ്ജക്ട് പ്ലസ് V1 ആണ് നമ്മുടെ ഫോം, അതാണെന്ന് അറിയാം. അപ്പം ഇവിടെ സബ്ജക്ട് വന്നിരിക്കുന്ന ഐ ആണ് അല്ലെ. ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും V1 ഡയറക്റ്റ് എഴുതും. നമ്മൾ പ്ലൂറൽ ഫോം ആണ്, വെർബിന്റെ പ്ലൂറൽ ഫോം തന്നെയാണ് എഴുതുന്നത്. അപ്പം റൈറ്റ് തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. റൈറ്റ്, V1 റൈറ്റ് അല്ലേ. അപ്പം ഐ ഓഫൺ റൈറ്റ് വിത്ത് എ പെൻ. ഇനി ഈ സെന്റൻസിൽ നമുക്കുള്ള ഹിന്റ് വേർഡ് ഏതാണ്? നൗ അല്ലേ. നൗ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഈസാമാർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെർബ് യൂസ് ആണ് അല്ലേ. അപ്പം പിന്നെ സബ്ജക്ട് നമുക്ക് ഐ ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതും? നൗ ഐ ആം യൂസിങ് ആ പെൻസിൽ. നൗ ഐ ആം യൂസിങ് ആ പെൻസിൽ എന്നാണ് ആൻസർ വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി റൈറ്റ് ടു മീ എവറി മന്ത്, ടുഡേ ഐ റൈറ്റ് ടു ഹിം. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ വന്നിരിക്കുന്ന ഹിന്റ് വേർഡ് എവറി മന്ത് ആണ് അല്ലെ. എവറി മന്ത് അല്ലെങ്കിൽ എവറി വീക്ക്, എവറി ഡേ എന്നൊക്കെ വരുന്നത് ഏതായിരിക്കും? ഏത് ടെൻസ് ആയിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പം സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇവിടെ സബ്ജക്ട് വന്നിരിക്കുന്ന ഹി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ സിംഗുലർ വെർബ് എഴുതാൻ പറ്റൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ റൈറ്റിന് നമ്മൾ എസ് ആഡ് ചെയ്ത് റൈറ്റ്സ് എന്ന് എഴുതും. ഹി റൈറ്റ്സ് ടു മീ എവറി മന്ത്. ആൻഡ് ടുഡേ എന്ന് പറഞ്ഞ ഒരു ഹിന്റ് വേർഡ് ഈ സെന്റൻസിലുണ്ട്. അപ്പൊ ടുഡേ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ടുഡേ ഐ ആം റൈറ്റിംഗ് ടു ഹിം. ടുഡേ ഐ ആം റൈറ്റിംഗ് ടു ഹിം എന്ന് എഴുതും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹി ഹാർഡ്ലി എവർ തിങ്ക് ഓഫ് അതേഴ്സ്. ഇവിടെ ഹാർഡ്ലി എന്ന് പറഞ്ഞ ഒരു ഹിന്റ് വേർഡ് ഉണ്ട്. അപ്പൊ അവിടെ സിമ്പിൾ പ്രസന്റ് ആണ്. ഹി ഹാർഡ്ലി എവർ തിങ്സ്. ഹി സബ്ജക്ട് ആണ്, സബ്ജക്ട് ഇവിടെ ഹി ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, സിംഗുലർ വെർബ് തന്നെ വരണം. അപ്പൊ എങ്ങനെ എഴുതും? ഹി തിങ്സ് ഓഫ് അതേഴ്സ്. ആൻഡ് ഫോർത്ത് വൺ, നൗ ദ സ്നോ ഫോൾ, എവറി ഇയർ ഇറ്റ് ഫോൾ ഡ്യൂറിങ് ദ സീസൺ. അപ്പൊ ഇവിടെ നൗ എന്ന് പറഞ്ഞ ഹിന്റ് വേർഡ് ഉണ്ട്. നൗ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അപ്പൊ എങ്ങനെ എഴുതും? നൗ ദ സ്നോ ഈസ് ഫോളിങ്. നൗ ദ സ്നോ ഈസ് ഫോളിങ് എവറി ഇയർ. എവറി ഇയർ വരുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പം എവറി ഇയർ ഇറ്റ് ഫോൾസ്. ഇറ്റ് ഫോൾസ്, ഇവിടെ ഇറ്റ് ആണ് നമ്മുടെ സബ്ജക്ട്. അപ്പം എന്താണ്? ഫോൾസ്. ഇറ്റിന്റെ കൂടെ എപ്പോഴും IS or ES ചേർത്താണ് നമ്മൾ വേർബ് എഴുതുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം ഇറ്റ് ഫോൾസ് ഡ്യൂറിങ് ദ സീസൺ. ഇനി ഫിഫ്ത്ത് വൺ, ഹി നെവർ ടോക്ക് വൈൽ ഹി ഡ്രൈവ് എ കാർ. അപ്പൊ ഇവിടെ നെവർ എന്ന് പറഞ്ഞ ഹിന്റ് വേർഡ് ഉണ്ട്. അപ്പം അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതും? ഹി നെവർ ടോക്സ് വൈൽ ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ്, ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.